ഏതൊരു മാതാപിതാക്കൾക്കാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക? സ്വന്തം മക്കളെയും ഒറ്റക്കാക്കി രണ്ടുപേരും ആത്മഹത്യ ചെയ്യുക. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. രണ്ട് കുഞ്ഞുമക്കളെ അനാഥരാക്കി മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുക. പ്രസവം കഴിഞ്ഞ് 28ാം ദിവസം യുവതി ജീവനൊടുക്കി. പിന്നാലെ ഭർത്താവും. അനാഥരായത് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ആലങ്ങാടാണ് സംഭവം. ഭാര്യ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഭർത്താവും ജീവനൊടുക്കി. ആലങ്ങാട് കൊങ്ങോർപ്പിള്ളി ശാസ്താംപടിക്കൽ വീട്ടിൽ മരിയ റോസ് 21 വയസ്സ്, ഭർത്താവ് ഇമ്മാനുവൽ 29 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. 3 വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ച ദമ്പതികൾക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിക്ക് 1.5 വയസ്സും ഇളയ കുട്ടിക്ക് 28 മാസവും. ശനിയാഴ്ച വൈകിട്ടാണ് മരിയ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇമ്മാനുവൽ ഉടൻ തന്നെ യുവതിയെ മഞ്ഞുമലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ രാത്രി 10:30-യോടെ മരിയ മരണത്തിന് കീഴടങ്ങി. ഇതിന് പിന്നാലെയാണ് സ്വകാര്യ ആശുപത്രിയിൽ എക്സ്റേ മുറിയിൽ ഇമ്മാനുവൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇത് എന്തായിരിക്കും എന്ന സംഭവം യാതൊരു പിടുത്തവുമില്ല. പുലർച്ചെ 3 മണിയോടെയാണ് ആശുപത്രി ജീവനക്കാർ ഇമ്മാനുവലിനെ കണ്ടെത്തിയത്. കണ്ടയുടൻ ജീവനക്കാർ ആത്മഹത്യാ വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുളവക്കോട് സ്വദേശി ഇമ്മാനുവലിന് ഇന്റീരിയർ ഡെക്കറേഷൻ ജോലിയായിരുന്നു. കോങ്ങോർപ്പള്ളി പഴമ്പള്ളി ചുള്ളിക്കാട് വീട്ടിൽ ബെന്നിയുടെ മകളാണ് മരിയ. വിവാഹശേഷമാണ് ഇവർ കോങ്ങോർപ്പള്ളിയിൽ താമസമാക്കിയത്. കോങ്ങോർപ്പള്ളി പഴമ്പള്ളി ചുള്ളിക്കാട്ട് വീട്ടിൽ ബെന്നിയുടെ മകളാണ് മരിയ. വിവാഹശേഷമാണ് ഇവർ കോങ്ങോർപ്പള്ളിയിൽ താമസമാക്കിയത്. ഇവരെന്തിനിത് ചെയ്തു എന്നൊരു വ്യക്തതയില്ലാത്തൊരു വാർത്ത.